ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജവാൻജി ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ഇടുക്കി ജില്ലയിലെ പട്ടുമലമാത പള്ളിയിലേക്കാണ്. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഒരുമിച്ച് യാത്ര ചെയ്യാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പട്ടുമല മാതാപ്പള്ളിയുടെ താഴെ മെയിൻ റോഡിലാട്ടോ. അതുകൊണ്ട് കാണുന്ന അതിൻ്റെ ഒരു ഗ്രോട്ടോയാണ്. ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് മുണ്ടക്കയം കുമളി റൂട്ടിൽ പീരുമേടുന്ന് ഒരു 4-5 കിലോമീറ്റർ മാറിയാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുപാടും തേയിലത്തോട്ടങ്ങൾ മാത്രമാണ് നമുക്കിവിടെ കാണാനുള്ളൂ. പിന്നെ ഇവിടെ ഇങ്ങോട്ട് കയറാനായിട്ട് ഒരു ചെറിയ ഗേറ്റ് തുറന്നിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ സഞ്ചാരികളാണ് ഇവിടെ ദിനംപ്രതി വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. റോട്ടിൽ നിന്ന് നോക്കിയാൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പള്ളി കേട്ടോ ഇത്. ഹായ് സുഹൃത്തുക്കളെ, ഈ കാണുന്ന കേട്ടോ വണ്ടിപ്പെരിയാറിന് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പട്ടുമല പള്ളി കേട്ടോ ഇത്. അനേകം വിശ്വാസികൾ വന്ന് ഇവിടെ പ്രാർത്ഥന വെച്ചിട്ട് പോകുന്ന ഒരു പള്ളിയാണിത്. അവിടെ തേയിലത്തോട്ടത്തിന് നടുക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളി ആയതുകൊണ്ട് നല്ല അടിപൊളി ഭംഗിയും കൂടിയാണിത്. അതിമനോഹരമായി പെയിന്റൊക്കെ ചെയ്ത് എന്ത് രസമാണെന്നറിയാമോ ഈ പള്ളി കാണാൻ. സ്റ്റെപ്പുകളൊക്കെ കെട്ടി, റൂട്ടിന് സ്റ്റെപ്പുകളൊക്കെ കെട്ടി നല്ല സുന്ദരമായിട്ട് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ഗോത്തിക് ശൈലിയിലാട്ടോ ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ പട്ടുമലമാത കേരളത്തിലെ ഒരു റോമൻ കത്തോലിക്ക ലാറ്റിൻ ആചാരപരമായ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണിത്. വിശുദ്ധ ഫ്രാൻസിസ് അസിസിയിലെ മിഷണറി ബ്രദേഴ്സിൻ്റെ ഒരു സഭയാണിത്. ഇന്ത്യയിലെ ക്രിസ്ത്യൻ പള്ളികളിൽ ഏറ്റവും വലിയ താഴികക്കുടം ഉള്ളതും ഈ പള്ളിയാണ്. തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾക്ക് മദർ മേരിയോട് വലിയ ഭക്തിയുള്ള ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് ഈ പള്ളിയുടെ ചരിത്രവും. ഈ പള്ളിയിൽ വിശ്വാസികളെക്കാൾ കൂടുതലും സഞ്ചാരികൾ വന്നു പോകാറുണ്ടത്രേ. ഈ പള്ളിയുടെ മുറ്റത്തുനിന്ന് റോട്ടിലേക്ക് താഴ്ഭാഗത്തേക്ക് നോക്കാൻ നേരത്ത് കാണുന്ന വ്യൂ കേട്ടോ. എന്ത് രസമാണ്, മൊത്തം പച്ചപ്പ് നിറഞ്ഞിരിക്കുക. എവിടെ നോക്കിയാലും തേയിലത്തോട്ടമായി കാണാനുള്ളത്. ഈ പള്ളിയുടെ 4 പാടും തേയിലത്തോട്ടമാണ്. തേയിലത്തോട്ടത്തിന്റെ നടുക്കായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കാണാനും അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ, കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പള്ളി പണിതേക്കുന്നത് നല്ല കല്ല് കെട്ടി, എന്ത് രസമാണ്, വളരെ ഭംഗിയുണ്ട്. മൊത്തം കല്ല് വെച്ചാട്ടോ പണിതേക്കുന്നത്. എപ്പോഴും കാറ്റടിച്ചോണ്ടിരിക്കുക കേട്ടോ, അതുകൊണ്ട് കാറ്റിന്റെ ഒരു സൗണ്ട് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. പള്ളിയുടെ മുറ്റത്തേക്ക് ഒരു ആല് പോലത്തെ ഒരു മരമാട്ടോ, ചെറിയൊരു തണൽ മരമാണ്. മറ്റേ എല്ലാവരും വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാന്ന് തോന്നുന്നു. കൊന്തകളൊക്കെ വലിയ കൊന്തകളൊക്കെ ഇവിടെ കെട്ടിയിട്ടിട്ട് പോയിട്ടുണ്ട്. ഈ മറ്റേ കൊന്തകൾ കെട്ടിയിട്ടുണ്ട്. ഇവിടെ വരുന്ന വിശ്വാസികളാണ് തോന്നുന്നത്. വലിയൊരു ഗ്രോട്ടോ ഇവിടെ പണിതിട്ടുണ്ട് കേട്ടോ. അത് നോക്കാം. പട്ടുമല മാതാവിന്റെ ഗ്രോട്ടോയാണ് ഇത്. ഇവിടെ വിശ്വാസികൾ തിരിയൊക്കെ കത്തിച്ച് നേർച്ചയായിട്ട് പ്രാർത്ഥന കഴിക്കാറുണ്ട്. ആദ്യമൊക്കെ ഇവിടെ ഒരു ആശ്രമ ചാപ്പലായിരുന്നു ഇവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് ഭക്തർ ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം 1980കളിൽ ഒരു പുതിയ പള്ളി ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും 1998 ഇന്നത്തെ പള്ളി സ്ഥാപിതമാവുകയും ചെയ്തു. ദേവാലയത്തിനകത്ത് ഫോട്ടോ എടുക്കാൻ അനുവാദമില്ല കേട്ടോ. അപ്പം ഞാൻ പുറത്തു നിന്നാണ് ഈ എടുക്കുന്നതെല്ലാം. എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്.
മാതാവിൻ്റെ ഒരു രൂപത്തിൽ നല്ല ലൈറ്റൊക്കെ ഇട്ട്. ഈ പള്ളി വേളാങ്കണ്ണി മാതാവിൻ്റെ നാമത്തിൽ മാതാവ് മേരിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ പള്ളി സ്ഥലത്തിൻ്റെ പേരായതുകൊണ്ട് പട്ടുമല മാതാ പള്ളി എന്നും കേരളത്തിലെ കൊച്ചു വേളാങ്കണ്ണി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഈ പള്ളി കയറി വരുമ്പോൾ അതിൻ്റെ വലതുവശത്തായിട്ട് ഒരു ചെറിയ ഒരു ബുക്ക് സ്റ്റാളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ സൈഡിലായിട്ട് ഉണ്ടോ ഒരു ധ്യാന കേന്ദ്രമാണെന്ന് തോന്നുന്നുണ്ടോ, ചെറുതായിട്ട് ഒരു ധ്യാന കേന്ദ്രം പോലെ എനിക്ക് തോന്നുന്നു. അത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. എൻ്റെ സൈഡിലായിട്ട് പാറ പോലെ പണിത് അതിൻ്റെ മുകളിൽ കള്ളിമുൾ ചെടികൾ വെച്ച് പിടിപ്പിച്ചേക്കുന്ന നല്ല ഭംഗിയായിട്ടത് ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എൻ്റെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജായ ജോവാഞ്ചർ ട്രാവൽ മേറ്റ്സ് ഒന്ന് ഫോളോ ചെയ്യുക. ഈ പള്ളിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ. അതുപോലെ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.